ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിനൊരുക്കമായ 25 നോമ്പിൻ്റെ 8-ാം ദിവസമായി ഇന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിലൂടെ പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനെ നിറയും. ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്ന സ്നാപയോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ തിരുവചനത്തിൻ്റെ അരുളപ്പാടാണ് നമ്മൾ വായിച്ചു കേട്ടത്. ജനിക്കാൻ പോകുന്ന സ്നാപയോഹന്നാനെ കുറിച്ച്, യോഹന്നാന്റെ പ്രത്യേകതയെക്കുറിച്ച് തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതം അത് നമ്മൾ വലിപ്പം കണ്ടെത്തേണ്ടത് മറ്റു വ്യക്തികളുടെ മുമ്പിലോ സമൂഹത്തിന് മുമ്പിലോ ഒന്നുമല്ല. ഒരു മനുഷ്യൻ വലുതായി മാറേണ്ടതും വലിപ്പം കണ്ടെത്തേണ്ടതും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. നമ്മൾ സാധാരണ ലോക ചിന്തയിൽ ഒരു മനുഷ്യൻ വലിപ്പം കാണുക, അതിന് വലുതാണ് എന്ന് ചിന്തിക്കുന്നത് ലോകമാഭ്യത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴൊക്കെയാണ്. എന്നാൽ തിരുവചനം എന്താണ് പറയുക? ഒരു വ്യക്തിയും വലിപ്പം കണ്ടെത്തേണ്ടത്, ഒരു വ്യക്തി അംഗീകാരം കണ്ടെത്തേണ്ടത്, ഒരു വ്യക്തി പ്രശസ്തി കണ്ടെത്തേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. യോഹന്നാനെ കുറിച്ച് വചനം പറയുക: സ്നാപയോഹന്നാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആരായിരിക്കും? വലിയവനായിരിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ 8-ാം ദിവസമായി ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും നമ്മൾ വസിക്കുന്ന സമൂഹത്തിലെയൊക്കെ അംഗീകാരത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്: മകളെ, ഇതല്ല പേര്, ഇതല്ല പ്രശസ്തി. നീ വലിപ്പം കണ്ടെത്തേണ്ടത്, നീ അംഗീകാരം കണ്ടെത്തേണ്ടത്, നീ പേര് കണ്ടെത്തേണ്ടത്, നിനക്ക് പ്രശസ്തി ലഭിക്കേണ്ടത് അത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. യോഹന്നാന് ലഭിച്ചതുപോലെ നമ്മുടെ വ്യക്തിജീവിതത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനായി തീരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തെ ദൈവിക ആരാധനയിൽ ഈ നിയോഗം വെച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യേശു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. 8-ാം ദിവസത്തെ ദൈവിക ആരാധനയിൽ നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉണ്ണിയോടൊപ്പം എന്ന ഈ ശുശ്രൂഷയിൽ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നല്ല ഈശോയെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് മാനുഷികമായ ചിന്തകളുണ്ട് ദൈവമേ. ഉറ്റവരുടെ മുമ്പിൽ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ ആളാകാനും വലുതാകാനുള്ള ആഗ്രഹം, മാനുഷികമായി അങ്ങനെയുള്ള ആഗ്രഹം ഞങ്ങളെ അലട്ടുന്നുണ്ട് ദൈവമേ. തിരുവചനം ഈ ദിവസം ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ വലിപ്പം കണ്ടെത്തേണ്ടത്, ഞങ്ങൾ വലിയവനായി മാറേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഈ ലോകദൃഷ്ടിയിലല്ല ദൈവമേ ഞങ്ങൾ വലിയവനായി മാറേണ്ടത്. തിരുവസ്തുര്യമായ ഈശോയെ, സ്നാപയോഹന്നാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവനായി മാറിയതുപോലെ ഈ നോമ്പിൻ്റെ 8-ാം ദിവസത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തി ദൈവസന്നിധിയിൽ വലിയവനായി മാറാൻ, വലിയവനായി മാറാൻ ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി
നമുക്ക് യേശുവിൻ്റെ നാമം പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കുന്ന സമയം, ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ എന്നെ വലിയവനും വലിയവിടുമായി മാറ്റണമെന്ന് ആഗ്രഹിച്ച് യേശു തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.